ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 19. പ്രചേതസ്സുകളുടെ കഥ. പൃഥുസ്തു നപ്താ പൃഥുധർമ്മ കർമ്മട പ്രാചീന ബർഹിർയുഗതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസ്സുതാൻ അജീജനത്വത്കരുണാങ്കുരാനിവ. പൃഥോസ്തു നപ്ത, പൃഥു ചക്രവർത്തിയുടെ പുത്രനും പരമധാർമ്മികനും യാഗാദി കർമ്മങ്ങളിൽ ഏറ്റവും തൽപരനുമായിരുന്ന പ്രാചീന ബർഹിസാകട്ടെ ശതദ്രുതി എന്ന പത്നിയിൽ നിന്തിരുവടിയുടെ കരുണ തന്നെ മുളച്ചു വന്നിട്ടുള്ളതാണോ എന്ന് തോന്നിപ്പോകുന്ന പ്രചേതസ്സുകൾ എന്നു പേരുള്ള ശുദ്ധഹൃദയന്മാരായ പുത്രന്മാരെ ജനിപ്പിച്ചു. പൃഥു ചക്രവർത്തിയുടെ പൗത്രപുത്രൻ, പുത്രിയുടെ പുത്രൻ പരമധർമ്മ, അതായത് ഈ പ്രാചീന ബർഹിസ് യാഗത്തിൽ വളരെ തൽപരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് ശതദ്രുതി. ആ ശതദ്രുതിയിൽ ഉണ്ടായ കുട്ടികളാണ് പ്രചേതസ്സുകൾ. എല്ലാവരും ഒരേ മനസ്സുള്ളവരായതുകൊണ്ട് അവരെ എല്ലാവരെയും ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത്, പ്രചേതസ്സുകൾ എന്നാണ്. ഓരോരുത്തർക്കും വേറെ വേറെ പേരുകളില്ല, അവരൊന്നിച്ചാണ് സഞ്ചരിക്കുക. അതാണ് ഈ പ്രചേതസ്സുകള് ശുദ്ധ ഹൃദയമുള്ളവരാണ്. പ്രചേതസ്സുകൾ തപസ് ചെയ്ത തീർത്ഥമാണ് രുദ്രതീർത്ഥം. ഗുരുവായൂരുള്ള രുദ്രതീർത്ഥം പ്രചേതസ്സുകൾ തപസ് ചെയ്തതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. പിതുശുശ്രൂക്ഷാമിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സംദൃശൂർമനോഹരം. സൃഷ്ടിയിൽ തൽപരനായ അച്ഛന്റെ നിയോഗത്താൽ അവിടുത്തെക്കുറിച്ച് തപസ്സു ചെയ്യാനൊരുങ്ങിയ അവർ 10 പേരും പടിഞ്ഞാറേ സമുദ്രത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ അതിന്റെ കരയ്ക്ക് ഭംഗിയുള്ള വിശേഷപ്പെട്ടൊരു പൊയ്ക കണ്ടു. പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കണമെന്നാണ് അച്ഛനായ പ്രാചീന ബർഹിസിന്റെ ആഗ്രഹം. തപസ്സുകൊണ്ടേ നല്ല സൃഷ്ടി വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. തപസ്സു ചെയ്യാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ചാണ് പ്രചേതസ്സുകൾ പടിഞ്ഞാട്ട് പുറപ്പെട്ടത്. പോകും വഴിക്ക് പടിഞ്ഞാറേ കടൽക്കരയിൽ എത്തിയപ്പോൾ അവർ അവിടെ വിശേഷപ്പെട്ട ഒരു താമര പൊയ്ക കണ്ടു. ആ പൊയ്കയുടെ സമീപത്തിൽ ശ്രീ പരമേശ്വരൻ വന്ന് ഭഗവാനെ കുറിച്ചുള്ള ഒരു സ്തോത്രം പ്രചേതസ്സുകൾക്ക് ഉപദേശിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാദൃത പ്രകാശമാസാദ്യ പുരപ്രചേതസാം ഉപാദിശത്ഭക്തതമസ്തവസ്തവം. അപ്പോൾ അവിടെ ആ ഭക്തന്മാരെ കാണുവാൻ വേണ്ടി പരമഭക്തനായ ശ്രീ പരമേശ്വരൻ അവിടുത്തെ തീർത്ഥത്തിലേക്ക് വന്ന് പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിന്തിരുവടിയുടെ സ്തോത്രം ഉപദേശിച്ചു. അതായത് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവും ശ്രീ പരമേശ്വരനൊന്നും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണുവിന്റെ ഹൃദയമാണ് ശിവൻ, ശിവന്റെ ഹൃദയമാണ് വിഷ്ണു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ മഹാവിഷ്ണുവിന്റെ ഭക്തന്മാരിൽ അഗ്രഗണ്യനാണ് ശ്രീ പരമേശ്വരൻ. ഭഗവാനെ തപസ് ചെയ്യാനായിട്ട്, മഹാവിഷ്ണുവിനെ തപസ് ചെയ്യാനായിട്ട് വന്ന പ്രചേതസ്സുകളെ കണ്ടിട്ട് സന്തോഷമായിട്ട് ഭഗവാനെ സ്തുതിക്കുന്ന ഒരു സ്തോത്രം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രീ പരമേശ്വരൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. നാലാമത്തെ ശ്ലോകം നോക്കാം. സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുധം സമാ ഭവത്സുഖാസ്വാദരസാദമീശ്വയാൻ ബഭൂവകാലോ ദുഭവന്നശീക്രതാം. ഈ പ്രചേതസ്സുകൾ ആ രുദ്രഗീത സ്തോത്രം ജപിച്ചുകൊണ്ട്
വെള്ളത്തിനുള്ളിൽ 10,000 സംവത്സരം അവിടുത്തെ സേവിച്ച് തപസ് ചെയ്തു. രുദ്രതീർത്ഥം ഗുരുവായൂരുള്ള തീർത്ഥമാണ്. അതില് മുങ്ങിക്കിടന്നാണ് അവര് തപസ് ചെയ്തത്. അവര് ഈ രുദ്രൻ പറഞ്ഞു കൊടുത്ത സ്തോത്രം ജപിച്ചുകൊണ്ടാണ് അവര് തപസ് ചെയ്തത്. ആനന്ദസ്വരൂപനായ അവിടുത്തെ മനസ്സുകൊണ്ട് ആസ്വദിച്ച് സുഖിക്കുന്നതിലുള്ള താല്പര്യ നിമിത്തം ഈ പ്രചേതസ്സുകൾക്ക് ഇത്ര വളരെ കാലം കഴിഞ്ഞുപോയി. ധ്രുവനെ പോലെ വേഗമുണ്ടായില്ല. അതായത് കർദമനെ പോലെയാണ് ഇവരുടെ തപസ്. കർദമൻ 10,000 വർഷമാണ് തപസ് ചെയ്തത്. ഇവരും അതുപോലെ 10,000 വർഷക്കാലം തപസ് ചെയ്തു. ധ്രുവനെ സംബന്ധിച്ച് 6 മാസം കൊണ്ട് ഭഗവാൻ പ്രത്യക്ഷമായി. ഓരോരുത്തരുടെയും തപസ്സിന്റെ രീതിയും അവരുടെ ആഗ്രഹവും മനസ്സിലെ സങ്കല്പവും ഒക്കെ അനുസരിച്ചാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, യേ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. ആര് എന്നെ എങ്ങനെ വിചാരിക്കുന്നോ അതേപോലെ ഞാൻ പ്രത്യക്ഷപ്പെടും, അതേപോലെ അവർക്ക് അനുഗ്രഹം ചൊരിയും. ഏത് തരത്തിലാണ് ഓരോരുത്തരും എന്നെ ഭജിക്കുന്നത് ആ തരത്തിൽ ഞാൻ അനുഗ്രഹിക്കും. ദ്വാരകാവാസിൻ എന്ന് പറഞ്ഞാൽ ദ്വാരകയിൽ നിന്ന് വരുന്നവനായിട്ട് ഞാൻ അനുഗ്രഹിക്കും. ഹൃദയവാസിൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ പെട്ടെന്ന് ഇറങ്ങി വരാമല്ലോ. അവരവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ അധിക സമയമൊന്നും വേണ്ട. ദ്വാരകയിലാണെങ്കിൽ ദ്വാരകയിൽ നിന്ന് വരാൻ കുറച്ച് സമയമെടുക്കും. അതുപോലെ ഓരോരുത്തരുടെയും മനോഭാവം പോലെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയപ്പെടുന്നത്. ഇനി 5-ാമത്തെ ശ്ലോകം നോക്കാം. തപോഭിരേഷാമതിമാത്രവർദ്ധിഭിഃ സയജ്ഞഹിംസാ നിരതോപി പാവിത പിതാപി തേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവതാത്മതാം യയൗ. ഈ പ്രചേതസ്സുകളുടെ ഏറ്റവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തപസ്സുകളാൽ യാഗങ്ങളിൽ മൃഗഹിംസ ചെയ്യുന്നതിൽ തത്പരനായിരുന്നെങ്കിലും ആ പ്രാചീന ബർഹിസ് കൂടിയും പരിശുദ്ധനാക്കപ്പെട്ടു. ഈ പ്രാചീന ബർഹിസിനെ സംബന്ധിച്ച് ഭഗവാനോടുള്ള ഭക്തിയൊന്നും അത്രയ്ക്കുണ്ടായിരുന്നില്ല. ഒരു കർമ്മഠനായിരുന്നു. കർമ്മം ചെയ്യുക, യാഗം ചെയ്യുകയാണ് വേണ്ടത്. യാഗം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. സ്വർഗകാമനായിരുന്നു അദ്ദേഹം. സാധാരണ ജനങ്ങളൊക്കെ അതാണ് പറയുന്നത്, നമുക്ക് സ്വർഗം കിട്ടണം, സ്വർഗം കിട്ടണം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സ്വർഗത്തിൽ പോയാലും ഇനി പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ സാധിക്കും. പക്ഷേ പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ, ജ്ഞാനപ്പാനയിൽ പൂന്താനം പറയുന്നത് പോലെ, പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയിൽ വന്ന് ഈ ദുരിതങ്ങളൊക്കെ വീണ്ടും അനുഭവിക്കേണ്ടി വരും. അതേസമയം മോക്ഷം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവര് അല്ലെങ്കിൽ വിവേകമുള്ളവര് മോക്ഷത്തെയാണ് ആഗ്രഹിക്കുക. ഭഗവാനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ആഗ്രഹിക്കേണ്ടത്. അപ്പൊ അതാണ് ഈ പ്രാചീന ബർഹിസിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായില്ല. എന്നാൽ പ്രാചീന ബർഹിസിന്റെ മക്കളായ പ്രചേതസ്സുകൾക്ക് ശുദ്ധ മനസ്സായതുകൊണ്ട് അവരുടെ തപസ്സുകൊണ്ട് അച്ഛൻ ആയ പ്രാചീന ബർഹിസ് പോലും ശുദ്ധനാക്കപ്പെട്ടു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ നാരദ മഹർഷിയുടെ ദർശനവും ഉപദേശവും ഒക്കെ കിട്ടാനായിട്ട് സാധിച്ചത്. അങ്ങനെ നാരദന്റെ ഉപദേശപ്രകാരം അദ്ദേഹവും ഭഗവാനിൽ എത്താനുള്ള ശ്രമത്തിലേക്ക് തിരിഞ്ഞു. അടുത്ത ശ്ലോകം നോക്കാം. കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാഗാപതകേന്ദ്രവാഹന വിരാജി ചക്രാദിവരായുധാംശുഭിർ ഭുജാഭിരഷ്ടാഭിരുദഞ്ജിതദ്യുതി. കാരുണ്യത്തിന്റെ ശക്തിയാൽ തന്നെ പ്രചേതസ്സുകളുടെ മുമ്പിൽ ഗരുഡാരൂഢനായിട്ട് കൃപാബലം കൃപ എന്ന് പറഞ്ഞാൽ കാരുണ്യം, ആ കാരുണ്യത്തിന്റെ ശക്തി കൊണ്ട് പുരപ്രചേതസാം, പുര എന്ന് പറഞ്ഞാൽ പുരത, മുമ്പില് പ്രചേതസ്സുകളുടെ മുമ്പിൽ പതകേന്ദ്രവാഹനനായിട്ട് ഭഗവാൻ കർദമന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പോലെ തന്നെ ഗരുഡവാഹനനായിട്ട്, പതകേന്ദ്രൻ ഗരുഡന്റെ മുകളിൽ ഇരിക്കുന്നവനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. വിരാജി ചക്രാദിവരായുധാംശുഭ്, കൈകളിൽ ചക്രം
തുടങ്ങിയ ആയുധങ്ങൾ, ഗദ, ചക്രം, പങ്കജം, ശംഖ്, ഇങ്ങനെയാണ് ഭഗവാന്റെ ചതുർബാഹുവായിട്ടുള്ള രൂപം. ആ രൂപത്തില് ചക്രം മുതലായ ആയുധങ്ങളുടെ രശ്മികൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന 8 കൈകളെ കൊണ്ട് വർദ്ധിച്ച ശോഭയോടുകൂടി അഷ്ടാഭിരുദഞ്ചിത ദ്യുതി വിരാജി ചക്രാദിവരായുധാംശുഭിർഭുജാഭിരഷ്ടാഭി, അഷ്ട എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 കൈകളോട് കൂടിയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. അടുത്ത ശ്ലോകം നോക്കാം. ചേതസാം താവതയാചതാമപി ത്വമേവ കാരുണ്യപരാദ്വരാനദാ ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുനിശ്ചകാമദാ. അപ്പോൾ പ്രചേതസ്സുകൾ ചോദിച്ചില്ലെങ്കിലും, പ്രചേതസാം താവത്, പ്രചേതസ്സുകൾ അപ്പോൾ, താവത് എന്ന് പറഞ്ഞാൽ അപ്പോൾ, അയാചതാമപി യാചിച്ചില്ല, യാചിക്കുക എന്ന് പറഞ്ഞാൽ ചോദിക്കുക, അയാചതാം എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടില്ല, ചോദിക്കാതെ തന്നെ, ത്വമേവ കാരുണ്യഭരാദ്വരാനദാ, അങ്ങ്, ത്വമേവ അങ്ങ് തന്നെ, കാരുണ്യഭരനായ കാരുണ്യപൂർണനായ അങ്ങ്, വരാൻ അതാ വരങ്ങളെ കൊടുത്തു, ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുതിശ്ച കാമദാ. നിന്തിരുവടി തന്നെ കാരുണ്യാതിശയത്താൽ വരങ്ങളെ ദാനം ചെയ്തു. നിങ്ങളുടെ സ്മരണ പോലും ജനങ്ങൾക്ക് ശ്രേയസ്സിനായി ഭവിക്കട്ടെ. ഭഗവാനെ സ്മരിക്കണമെന്നില്ല, ഭഗവാനെ ആത്മാർത്ഥമായി ശുദ്ധ ഹൃദയത്തോട് ഭജിക്കുന്ന ഭക്തന്മാരെ ഭജിച്ചാലും ഭഗവാനെ ഭജിക്കുന്ന ഫലം തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ സ്മരണ പോലും, ഈ പ്രചേതസ്സുകളെ സ്മരിച്ചാൽ മതി, ഫലമാണ്, ഭഗവാനെ സ്മരിച്ച ഫലമാണ്. നിങ്ങളുടെ സ്മരണ പോലും ജനങ്ങൾക്ക് ശ്രേയസ്സിനായി ഭവിക്കട്ടെ. ഈ രുദ്രഗീതവും അഭീഷ്ടങ്ങൾ നൽകുന്നതായി ഭവിക്കട്ടെ. രുദ്രഗീതം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും രുദ്രനെ സ്തുതിക്കുന്ന ഗീതമാണെന്നാണ് തോന്നുക. പക്ഷേ ഇത് രുദ്രൻ പറഞ്ഞു കൊടുത്ത ഗീതം, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് രുദ്രൻ, ശിവൻ പറഞ്ഞു കൊടുത്ത ഗീതം, പ്രചേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്ത ഗീതം എന്നാണ് രുദ്രഗീതം എന്നുള്ളതിന്റെ അർത്ഥം. ഈ രുദ്രഗീതവും അഭീഷ്ടങ്ങൾ നൽകുന്നതായി ഭവിക്കട്ടെ. ഭാഗവതത്തിലെ രുദ്രഗീതം ഉണ്ട്, അത് വളരെ ശ്രേഷ്ഠമാണ്. ഈ പ്രചേതസ്സുകൾക്ക് പരമശിവൻ ഉപദേശിച്ച, ഭഗവാൻ വിഷ്ണുവിനെ സ്തുതിക്കാൻ അല്ലെങ്കിൽ ധ്യാനിക്കാൻ പറഞ്ഞു കൊടുത്ത ഗീതമാണ് രുദ്രഗീതം. ഈ രുദ്രഗീതം ചൊല്ലുന്നവർക്കും അഭീഷ്ടങ്ങളൊക്കെ കിട്ടട്ടെ, ലഭിക്കട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. അടുത്ത ശ്ലോകം നോക്കാം. അവാപ്യകാന്താം തനയാം മഹീരുഹാം തയാരമത്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു ദക്ഷണാമമാം പ്രയാസ്യതേതി ജഗദോനു ദൈവതാൻ. വൃക്ഷങ്ങളുടെ പുത്രിയെ ഭാര്യയായി ലഭിച്ചിട്ട് അവാപ്യ കാന്താം തനയാം മഹീരുഹാം, മഹീരുഹങ്ങൾ എന്ന് പറഞ്ഞ വൃക്ഷങ്ങളുടെ പുത്രിയാണ് പ്രചേതസ്സുകള്. മാരിഷ എന്നു പേരുള്ള പുത്രിയെയാണ്, പേരിവിടെ ശ്ലോകത്തിൽ പറയുന്നില്ല, ഭാര്യയായിട്ട് സ്വീകരിച്ചത്. അവർ 10 പേരും സ്വീകരിച്ചത്. തയാരമധ്വം ദശലക്ഷവത്സരീം, 10 ലക്ഷം വർഷങ്ങളാണ് അവളുമായിട്ട് അവര് ജീവിച്ചത്. സുതോസ്തു ദക്ഷോ, മകനായിട്ട് ദക്ഷനുണ്ടായി. നനു തൽക്ഷണാച്ചമാം പ്രയാസ്യധേതി ന്യഗതോ മുദൈവതാൻ. അങ്ങനെ 10 ലക്ഷം വത്സരം കാലം അവളുമൊത്ത് ജീവിക്കാൻ അനുഗ്രഹിച്ചു. അവളോടുകൂടി 10 ലക്ഷം സംവത്സരം നിങ്ങൾ രമിച്ചുകൊള്ളുവിൻ. ദക്ഷൻ എന്നൊരു പുത്രൻ ഉണ്ടാവട്ടെ, ഉടനെ തന്നെ നിങ്ങൾ എന്നെ പ്രാപിക്കുകയും ചെയ്യും. പുത്രൻ ഉണ്ടായാൽ നിങ്ങൾ എന്നെ പ്രാപിക്കും എന്നിങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ നിന്തിരുവടി അവരോട് അരുളി ചെയ്തു. ഭഗവാൻ ഇത്തരം പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു എന്നാണ് ഈ 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ അനുഗ്രഹമാണ് പറയുന്നത്. വൃക്ഷങ്ങളുടെ മകളായ മാരിഷ അവരുടെ ഭാര്യയായി തീരുമെന്നും ദക്ഷൻ എന്നൊരു മകനുണ്ടാകുമെന്നും ആ മകനുണ്ടായാൽ ഉടനെ തന്നെ പ്രചേതസ്സുകൾ ഭഗവാനിൽ എത്തിച്ചേരുമെന്നുമാണ് ഭഗവാൻ അനുഗ്രഹിച്ചത്.
ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിത ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. അതിനുശേഷമാകട്ടെ ആ പ്രചേതസ്സുകൾ ഭൂമണ്ഡലം മുഴുവൻ മൂടാൻ തുടങ്ങിയ മരങ്ങളെ കോപിച്ച് ദഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് തടഞ്ഞു. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാ ദേഷ്യം കൊണ്ട് ദഹന്തോ ദഹിപ്പിക്കാൻ തുടങ്ങി. ദ്രുഹിണേന വാരിത ബ്രഹ്മാവ് അതിനെ തടഞ്ഞു. മരങ്ങൾ കൊടുത്ത ആ മകളെ, മരങ്ങളുടെ മകളെ ഭാര്യയാകാൻ വിവാഹം കഴിച്ചു കൊടുത്തു. പ്രചേതസ്സുകൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. മരങ്ങൾ കൊടുത്ത ആ മകളെ ലഭിച്ചതിന് ശേഷം നിന്തിരുവടി പറഞ്ഞത്ര കാലം സുഖമായി കഴിഞ്ഞുകൂടുകയും ചെയ്തു. ത്വദുക്തകാലം അങ്ങ് പറഞ്ഞത്രയും കാലം സുഖിനോഭിരേമിരേ സുഖമായി കഴിഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. അവാപ്യദക്ഷം ച സുതം കൃതാധ്വരാ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധ ത്വമീശവാദാലയ നാഥ പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പ്രചേതസ്സുകൾ ദക്ഷൻ എന്ന പുത്രനെ ലഭിച്ചതിന് ശേഷം യാഗങ്ങൾ ചെയ്ത് നാരദനിൽ നിന്ന് കിട്ടിയ വിജ്ഞാനത്താൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ഭഗവാനെ ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള നിന്തിരുവടി എന്നെ രക്ഷിക്കണേ. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വര, യാഗങ്ങളൊക്കെ ചെയ്ത് ദക്ഷൻ എന്ന മകന് ഉണ്ടായതിനു ശേഷം പ്രചേതസ്സുകള് നാരദൻ പറഞ്ഞു കൊടുത്ത പ്രകാരം ഭഗവാനിൽ എത്തിച്ചേർന്നു. അങ്ങനെയെല്ലാം ഇരിക്കുന്ന ഗുരുവായൂരപ്പ എന്നെയും രക്ഷിക്കുക. അങ്ങനെ ഈ 19ാമത്തെ ദശകം എൽപ്പത്തൂർ ഭഗവാന് സമർപ്പിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.